ഹലോ ഫ്രണ്ട്സ്, നിലവും നക്ഷത്രവും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചക്കറി കൃഷിയായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൃഷിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് ഒക്കെ സ്പെഷ്യൽ ഫുഡ് വല്ലതും റെഡിയാക്കുമ്പോൾ അതുകൂടെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ. അല്ലാതെ സ്ഥിരം നമ്മളെ വീഡിയോസ് കൃഷിയായിട്ട് റിലേറ്റഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറിയിൽ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെ ഉപയോഗിക്കാം, അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഫിഷ് അമിനോ ആസിഡ്. ഞാൻ പ്രിപ്പയർ ചെയ്ത സംഭവമല്ല ഇത്. എനിക്കിത് കൃഷി ഭവനിൽ നിന്ന് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പച്ചക്കറി തൈകളുടെയും വളത്തിൻ്റെയും എല്ലാവരും കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഇതാക്കി എടുക്കുകയും ചെയ്യാം. ഈ പച്ചക്കറികളും ചെടികളും എല്ലാം തന്നെ പെട്ടെന്ന് പൂവിടുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ ഈ ഫിഷ് അമിനോ ആസിഡ് ഒത്തിരി ഉപകാരപ്പെടുന്ന സംഭവമാണ്. ഇതിപ്പോൾ ഞാനിപ്പം 1 മാസമായ പച്ചക്കറി തൈകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇത് സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സഹിക്കാൻ പറ്റുന്ന സ്മെല്ലാണ്. പക്ഷേ ഇത് എന്നാ പറയുന്നത്, ഈ അരിഷ്ടമൊക്കെ ഉണ്ടല്ലോ, അരിഷ്ടത്തിൻ്റെ ഒക്കെ സ്മെല്ലാട്ടോ ഇതിന് വരുന്നത്. അതുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. ഇതിപ്പോൾ ഒരു 4 ml ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. മാക്സിമം 10 ml വരെ ഇത് യൂസ് ചെയ്യാവുള്ളൂ വലിയ ചെടികൾക്കാണ് തന്നെ. ഇതിപ്പോൾ കൊച്ചെടികളായതുകൊണ്ട് ഞാൻ 4 ml ആണ് 1 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. പ്രിപ്പയർ ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പം നമ്മൾ ഈ കടൽ മത്സ്യത്തിൽ മത്തി ഉണ്ടല്ലോ, മത്തിയാണ് ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പം നമ്മൾ 1 കിലോ മത്തി എടുക്കുന്നെങ്കിൽ കറക്റ്റ് 1 കിലോ തന്നെ ശർക്കരയും ഇതിൻ്റെ കൂടെ ആഡാക്കണം കേട്ടോ. മത്തിയുടെ വേസ്റ്റും കൊണ്ടും ഇത് ചെയ്യാം. മത്തിയുടെ തലയും അല്ലാത്ത നമ്മൾ ഉപയോഗിക്കാത്ത വേസ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചും ചെയ്യാം. അതല്ലാതാണെങ്കിൽ 1 കിലോ മത്തി വാങ്ങിക്കുവാണെങ്കിൽ അതുകൊണ്ട് 1 കിലോ ശർക്കര എടുക്കുക. മത്തി ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഭരണിയിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പയിൽ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കണം. അതുപോലെ ശർക്കര, നല്ല കറുപ്പ് കൂടിയ ശർക്കര വേണം ഉപയോഗിക്കാൻ. അതും ഇതുപോലെ പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ഈ മത്തി ഇതിൻ്റെ മുകളിൽ നിൽക്കണം, എപ്പോഴും ശർക്കരയുടെ അളവ് അതിൻ്റെ മുകളിൽ നിൽക്കണം. ഇല്ലെങ്കിൽ സ്മെല്ലും പുഴുക്കളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ശർക്കര ഇത് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 10 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കറക്റ്റ് 30 days ആകുമ്പം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതെടുത്തിട്ട് നമ്മൾ ഒന്ന് തുണിയിലോ വല്ലതും ഒന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ ഈ ലിക്വിഡ് നമ്മൾ കുപ്പിയിൽ ഉപയോഗിച്ച് സൂക്ഷിക്കുക. 6 മാസം വരെ നമുക്ക് ഉപയോഗിക്കാം. വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10-50 ബാഗുകളൊക്കെ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, 10-50 ചെടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ 1 കിലോ മത്തിയുടെ ഇതെടുത്താൽ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് 6 മാസം വരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതല്ല, നമുക്കല്ലാതെ കടകളിലും ഒക്കെ ആഗ്രോ സെൻറ്ററിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. തുച്ഛമായ വിലയേ ഉള്ളൂ ഇതിന്. അപ്പോൾ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നർ യൂസ് ചെയ്യാവുള്ളൂ. കാരണം പൊട്ടുന്ന കുപ്പിയിലാണെങ്കിൽ ഇതിനകത്തൊരു ഗ്യാസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഗ്യാസ് വരും. അപ്പോൾ അതിപ്പം കുപ്പിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ അരിഷ്ടമൊക്കെ തുറക്കുമ്പോൾ ഒക്കെ ഒരു ഗ്യാസ് വരത്തില്ല. അതുപോലെ ഇതിലും നല്ലതായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ വേണം ഇത് ഇട്ട് വെക്കാൻ കേട്ടോ. ഈ മീനും ശർക്കരയടക്കം മിക്സ് ചെയ്ത് നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വേണം ഇട്ട് വെക്കാൻ. എൻ്റെ പച്ചക്കറി ആണെങ്കിൽ ഇപ്പോൾ വഴുതനയൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം കറക്റ്റ് പറഞ്ഞാൽ 30 ദിവസം ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഡിസംബർ 4-ാം തീയതിയാണ് ഞാനത് ഗ്രോ ബാഗിൽ വെക്കുന്നത്. ഇതിപ്പോൾ ആണ്ടെ കറക്റ്റ് ഇപ്പോൾ 1 month ആയതേ ഉള്ളൂ. അതിലിപ്പം പൂവിട്ട് തുടങ്ങി. അതിന് മുമ്പേ അത് പൂവിട്ട് തുടങ്ങുകയും ചെയ്തു. വഴുതനയും ക്യാപ്സിക്കും ഒക്കെ പൂവിട്ട് തുടങ്ങി. അപ്പം നമ്മൾ എന്ത് ചെടിയായാലും നമ്മൾ പരിപാലിക്കുന്ന പോലാണല്ലോ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളിത് ചെടിയുടെ ലീഫിലും തണ്ടിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫിഷ് അമിനോ ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കീടശല്യവും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ പറയുന്നത്. ചെടികളിലൊക്കെ ഇത് കാ പിടിക്കുന്നതിന് മുമ്പ് വരെ നന്നായിട്ട് ഉപയോഗിക്കുക. അന്നേരം നമുക്ക് അതിൻ്റെ ഫലം നന്നായിട്ട് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് പൂക്കാനും കഴിക്കാനും ആണല്ലോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം ചെടികളൊക്കെ വെച്ച് ഒരു 1 വീക്ക് എന്നിട്ട് മൂട് പിടിച്ച് ഒരു 1 വീക്ക് 1.5 ആഴ്ച ആകുമ്പോൾ തൊട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ ദിവസവും ഞാൻ രാവിലെയും വൈകിട്ടും കുറച്ച് സമയം ഈ കൃഷിപ്പണിക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അതൊന്ന് വീഡിയോ ആക്കുവാണെങ്കിൽ നമുക്കത് എല്ലാവരിലും എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കിതൊന്നും നേരത്തെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ കാര്യങ്ങൾ. ഞാനൊരു ശരിക്കും 3-4 വർഷം ആവുന്നതേ ഉള്ളൂ ഈ കൃഷിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് പച്ചക്കറികളൊക്കെ ഞാൻ കൃഷി ചെയ്ത് അതിൻ്റെ വിളവൊക്കെ എടുക്കുന്നുണ്ട്.
നമ്മൾ ഇതിനായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് വളങ്ങളും അതുപോലെ ഇതിനു വേണ്ടി ഫില്ല് ചെയ്യാനുള്ള മണ്ണുകളും ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. ഇപ്പം തന്നെ കണ്ടോ, ഞാനിപ്പം ഏകദേശം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇരുന്ന സ്റ്റോക്ക് മണ്ണെല്ലാം ഞാൻ എന്താ പറയുക ഫില്ല് ചെയ്യാനുള്ള ഗ്രോ ബാഗിൽ ബാക്കി എല്ലാത്തിനും ഫില്ല് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോക്ക് തീർന്നു പോയി. ഇന്നത്തെ എൻ്റെ വർക്ക് ഇതായിരുന്നു. അത്യാവശ്യം മണ്ണൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം കുമ്മായിട്ട് മിക്സ് ചെയ്തിടണം. അപ്പോൾ നമുക്കൊരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഞാൻ 10 ഗ്രോ ബാഗിലായിരുന്നു ഫസ്റ്റ് എൻ്റെ പച്ചക്കറി കൃഷി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അതെനിക്ക് 110 ഗ്രോ ബാഗിലേക്കായിട്ടത് വളർന്നു വന്നിട്ടുണ്ട്. തറയിൽ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ബെസ്റ്റ്. പക്ഷേ എനിക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലൊക്കെ, എനിക്ക് കോഴി വളർത്തലും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വെളിയിൽ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രോ ബാഗിൽ വീടിൻ്റെ റൂഫ് തിരഞ്ഞെടുത്തേക്കുന്നത്. പച്ചക്കറി മാത്രമല്ല ഇഞ്ചി എല്ലാം നമുക്ക് ഇതിനോട് ആഡ് ആക്കാം കേട്ടോ. എനിക്ക് ഇഞ്ചി നേരത്തെ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതെല്ലാം സ്റ്റോപ്പായി കിടക്കുവാണ്. ഇഞ്ചിയും കൂടി എനിക്ക് ഇനിയും ചാക്കിൽ ഇതുപോലെ റൂഫിൽ തന്നെ ഫിക്സ് ചെയ്ത് വെക്കണമെന്നുണ്ട്. നല്ല തടമൊക്കെ എടുത്ത് ഞാൻ മണ്ണിൽ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം എൻ്റെ കോഴി നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഇഞ്ചി ഇല്ലാത്ത അവസ്ഥയിലോട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇഞ്ചി ഞാൻ പതുക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് അതും ഇനി റെഡിയാക്കാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കല്ല്. മുമ്പോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.